മരുമോളില്ലേ, അഡ്വക്കേറ്റ് ചന്ദ്രലേഖ. ഞാൻ അവളെ ഒന്ന് കാണാൻ വന്നതാ. നിങ്ങൾ ഇരിക്കേ. ചന്ദ്രേ, ചന്ദ്രേ. നമസ്കാരം. സാധാരണ എന്റെ വക്കീലന്മാർ മുഴുവൻ എന്നെ വന്ന് കാണാറാ പതിവ്. ഇതാദ്യമായിട്ടാ എനിക്ക് ഇങ്ങോട്ട് വന്ന് കാണേണ്ടി വന്നത്. സുഖമാണോ മോളെ? സുഖാണ്. അത് മതി. ഈ ലോകത്ത് സകല മനുഷ്യരും സുഖമായിട്ടിരിക്കണമെന്ന എന്റെയും ആഗ്രഹം. ദാ, ഇതൊരു സമ്മതപത്രമാ. ഇതിലൊന്ന് ഒപ്പിട്ട് തരണം. എന്താ ഇത്? വേറൊന്നുമല്ല, നീയായിരുന്നല്ലോ എന്റെ ലീഗൽ അഡ്വൈസർ. ആ സ്ഥാനത്ത് നിന്ന് നിന്നെ മാറ്റി. അതിന്റെ അറിയിപ്പായത്. ഒപ്പം വക്കാലത്ത് നീ ഒഴിഞ്ഞു എന്ന ലെറ്ററും ഒപ്പിട്ട് തരണം. ഞാൻ പുതിയ വക്കീലിനെ വയ്ക്കാൻ പോവുക. ഞാൻ കൃത്യമായിട്ട് കേസ് നടത്തിക്കോളാം തങ്കച്ചി. അത് വേണ്ട. നീ ഒരുപാട് തിരക്കുള്ള ആളല്ലേ. എന്നെ പോലുള്ള പാവങ്ങളുടെ കേസൊന്നും നടത്താനുള്ള സമയം നിനക്ക് കിട്ടിയെന്ന് വരില്ല. അത് മനസ്സിലാക്കിയ നമ്മൾ എന്താ ചെയ്യാ? ഒഴിവാക്കി വിടണം. അതാ തങ്കച്ചി ചെയ്യാൻ പോകുന്നത്. എനിക്കൊരവസരം കൂടി തരണം തങ്കച്ചി. നടക്കില്ല. നിന്നെ വിശ്വസിക്കാൻ പറ്റില്ല. നീ ചതിക്കും. നിന്നെ വക്കീലായിട്ട് വയ്ക്കാൻ പോയപ്പോഴേ കൈമളി ചോദിച്ചതാ, അത് ശരിയാവുമെന്ന് ഞാനാ പറഞ്ഞത്. എന്റെ ആ പ്രതീക്ഷയാ നീ തെറ്റിച്ചത്. ഇനി നിന്നെ എനിക്ക് വേണ്ട. തങ്കച്ചി, മിണ്ടിപ്പോകരുത്. ഞാനൊരു മണ്ടിയാണെന്ന് നീ വിചാരിച്ചോ? എന്റെ കയ്യിന്ന് കുറെ പൈസ നീ മുൻകൂറായി പറ്റിയിട്ടുണ്ട്. അത് മുഴുവൻ തിരിച്ചു തന്നേക്കണം. അല്ലെങ്കിൽ നിയമ നടപടി നേരിടേണ്ടി വരും. എടി, ഞാനൊരാളില്ലായിരുന്നെങ്കിൽ ഇന്ന് നീ ഇവിടെ നിൽക്കില്ല. ആ എന്നെയാ നീ പിന്നീന്ന് കുത്തിയത്. എനിക്കറിയാം നീ ഒരു കേസിലെ വക്കീലാണെന്ന്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കാൻ ഞാൻ ആശംസിക്കുന്നു. ഒപ്പിട്ട് താടി, എനിക്ക് വേഗം പോണം. പോട്ടെ, കേസിലെ വക്കീലെ. എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് കാണാം.